ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനെ സജീവൻ ചേരുകയാണ്. ഇപ്പോൾ ശ്രീ സജീവൻ, വി ഡി സതീശന്റെ പുനർജനി പദ്ധതി നേരത്തെ മുതൽ തന്നെ അത് സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്ന് വിജിലൻസിന്റെ ശുപാർശ വന്നിരിക്കുന്നു. വിജിലൻസിന്റെ ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ശ്രീ സജീവൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പുനർജനി പദ്ധതി, പുനർജനി ഫണ്ട് പിരിവ് അതൊരു ആരോപണമായിട്ട് ഉയർന്നു വന്ന സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ പലപ്പോഴായിട്ട് വി ഡി സതീശനോട് ചോദിച്ച ചോദ്യം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി, ജനങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി ഒരിക്കലും നൽകിയിരുന്നില്ല. വളരെ കൃത്യമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് ഫണ്ട് പിരിവൊക്കെ നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്താറുള്ളതാണ്. പക്ഷെ നടത്തുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ചുകൊണ്ടായിരിക്കണമല്ലോ. അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്ക് വയ്ക്കുക എന്ന് പറയുന്നത് കാരണം ഇവരെല്ലാവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ ആവണമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര ഫണ്ട് പിരിച്ചു, അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതലയുണ്ട്. കാരണം ഞങ്ങൾ ഫണ്ട് പിരിച്ചു, ഞങ്ങളത് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടല്ല എടുക്കേണ്ടത്. ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന, വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായാലും പിരിക്കുന്ന ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. അപ്പൊ അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ പ്രശ്നം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പുനർജനി ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ വലിയ രൂപത്തിൽ വന്ന സാഹചര്യത്തിൽ അത് ഫണ്ട് തട്ടിപ്പാണോ ഇല്ലയോ എന്നൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനെ തട്ടിപ്പേ അല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അത് കൃത്യമായിട്ട് പറയണം. ഇത്ര ഫണ്ട് കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾ ഫണ്ട് പിരിച്ചിട്ടേ ഇല്ല എന്ന കാര്യങ്ങളൊക്കെ പറയാം. അത് പക്ഷേ കൺവിൻസിംഗ് ആയിട്ട് പറയാൻ വി ഡി സതീശന് പറ്റിയില്ല, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾക്കും പറ്റിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ചോദ്യചിഹ്നമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നതാണ്. ഇപ്പൊ വിജിലൻസിന്റെ ഈ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് CBI അന്വേഷിക്കണം എന്ന് പറയുന്നത് വിദേശത്തുള്ള ഈ ഫണ്ട്, അതായത് വിജിലൻസിന് ഇവിടുന്ന് അതിന്റെ സോഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. അപ്പൊ വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവര് CBI പോലുള്ള ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ പറയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വിജിലൻസിന്റെ കയ്യിൽ എന്തെല്ലാമോ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അവർ സംശയിക്കുന്ന ചില കാര്യങ്ങൾ, ഫണ്ടിന്റെ സോഴ്സ്, അത് ചെലവഴിച്ച കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അന്വേഷണം വേണ്ടതാണ്. ഇപ്പോഴും ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. അദ്ദേഹമാണല്ലോ ഇത് ഫണ്ട് പിരിവിന്റെ ആള്. അപ്പൊ സ്വാഭാവികം അദ്ദേഹമോ KPCC ഒക്കെ ഇത് ഇന്ന രീതിയിലല്ല, ഞങ്ങൾ ഇന്ന കണക്കുകളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിൽ അത് പറഞ്ഞു. ഇതുവരെ പക്ഷെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത് CBI അന്വേഷിക്കാൻ സാധ്യത വളരെ കൂടുതൽ. കാരണം വെച്ചാൽ വിജിലൻസ് ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികം അവർ ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കുറെ കൂടി ഗൗരവതരമായ കാര്യം തന്നെയാണ്. ശ്രീ സജീവൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പിരിക്കുന്ന ഫണ്ടുകളുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് എന്നൊരു പൊതുധാരണ സമൂഹത്തിനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ പിരിച്ച പുനർജനിക്ക് വേണ്ടി പിരിച്ച പൈസ എന്ത് ചെയ്തു, എവിടുന്ന് പിരിച്ചു, അതിൽ ഇത്ര രൂപ ചെലവാക്കി, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് സമൂഹത്തിന് മുന്നിൽ അവർ പറയാത്തത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ടാക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവ്, മുസ്ലിം ലീഗിൻ്റെ ഫണ്ട് പിരിവ് ആവശ്യം പോലെ നടന്നു. പക്ഷേ ഒരു കല്ല് പോലും ഇതുവരെ ആ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവിടെ എടുത്തു വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ ഈ പറയുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനും യൂത്ത് കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവരെ സംശയത്തോടു കൂടിയേ നോക്കാൻ കഴിയൂ. കാരണം ഒരു കാര്യത്തിലും ഒരു സുതാര്യതയും ഇവർക്കില്ല. പിരിക്കുന്ന പൈസ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്ത് ചെലവാക്കുക എന്നുള്ളൊരു രീതിയാണല്ലോ ഇവർ സ്വീകരിക്കുന്നത്. ശ്രീ സജീവൻ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നേതാക്കന്മാരോ ഫണ്ട് പിരിച്ചാൽ അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, കണക്ക് വെക്കേണ്ട കാര്യമില്ല എന്നൊരു രീതി പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ പലപ്പോഴും മറന്നു പോകും. കാരണം ഈ ഇലക്ഷൻ സമയത്ത് ഫണ്ട് പിരിക്കുന്നു, ഇലക്ഷൻ സമയത്തുള്ള ഫണ്ട് പിരിവിന്റെ കണക്കുകളൊക്കെ ഇത്തരം പാർട്ടികൾ എവിടെയെങ്കിലും ബോധിപ്പിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. രണ്ടാമത്തേത് ഇത്തരത്തിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ മുണ്ടക്കൈ ചൂരൽമല
അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേശീയ ദുരന്തമാണ്. അത് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു സംസ്ഥാനത്തെ ഏറ്റവും ഭീകരമായ ദുരന്തം, ഇതുവരെ ഉണ്ടായുള്ള ദുരന്തം, ഏറ്റവും ഭീകരമായ ദുരന്തം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാർ അതിന് കൃത്യമായൊരു പദ്ധതി മുന്നോട്ടേക്ക് വെക്കുന്നു, ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു, ഇവരെല്ലാം അവിടേക്ക് പാർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതുമായി സഹകരിക്കാൻ വ്യക്തികൾ വന്നിട്ടുണ്ട്. ഇത്തരം പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ അതിലേക്കില്ല, ഞങ്ങൾ വേറെ എന്ന് പറയുകയും സർക്കാരിന്റെ ഈ പദ്ധതിയെ പിന്നെ ടൗൺഷിപ്പിനെയൊക്കെ വളരെ അത് കുറച്ച് കാണിക്കുന്ന രൂപത്തിൽ വൈകിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ വേറെ ഫണ്ട് പിരിവ് നടത്തുന്നത് സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ കണക്കുകൾ കൃത്യമായിരിക്കും. അതിനോട് സഹകരിക്കുകയാണ് പ്രതിപക്ഷത്ത് പോലുമുള്ള പാർട്ടികൾ ചെയ്യേണ്ടത്. കാരണം അവരുടെ കൂടി പങ്കാളിത്തത്തോട് കൂടി ടൗൺഷിപ്പ് ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നേട്ടമുണ്ട്. പക്ഷെ അത് പറ്റില്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ രീതി ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ പ്രഖ്യാപനങ്ങളൊക്കെ നല്ല കാര്യമാണ്, ദുരന്തം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആ പ്രഖ്യാപനം, പക്ഷെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയും ഫണ്ട് പിരിവിൽ ഒതുങ്ങുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഫണ്ട് പിരിവ് നടത്തുന്നത് താങ്കൾ പറഞ്ഞ പോലെ എവിടെ നിന്നൊക്കെ പിരിച്ചു നമുക്കറിയാം. ചൂരൽമഴ ഉണ്ടൊക്കെ ദുരന്ത ബാധിതർക്ക് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പിരിച്ച ഫണ്ട് എത്ര, അത് ആരുടെയൊക്കെ കൊടുത്തു, അതിന്റെ കൃത്യമായ കണക്കുകളൊന്നും നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ഇപ്പോഴും അത് അതേപടി നിൽക്കുന്നു. അതേപോലെ പുനർജനിയുടെ കാര്യത്തിൽ ഇതേപോലെയാണ്. ഫണ്ട് പിരിച്ചത് എത്ര, ആരൊക്കെ കൊടുത്തു, അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ആ ഫണ്ട് നിക്ഷേപമായിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിക്ഷേപിക്കപ്പെട്ടു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കണം. അത് ഇതുവരെ ഇത്രയും കുറെ കാലമായിട്ട് ഫണ്ട് പിരിവുകളായിട്ട് ഇത്ര നടക്കുമ്പോൾ ജനങ്ങൾക്ക് സംശയം തോന്നും. തീർച്ചയായിട്ടും ഈ പുനർജനിയുടെ കാര്യത്തിലുള്ള ഈ വിജിലൻസിന്റെ റെക്കമെൻഡേഷൻ ഉള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് പറയാം, ഞാൻ ഒരു പാർട്ടിയുടെയും വിധേയത്വം ഇല്ലാത്ത ആളെന്നുള്ള എനിക്ക് മറ്റുള്ള ആളുകളുടെ മനസ്സറിയുന്നതുകൊണ്ടും ഈ ഫണ്ട് പിരിച്ചിന് അവർ കൺവിൻസിംഗ് ആയ ഉത്തരം പറയുന്ന എത്രയോ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെന്ത് ചെയ്തു ഞങ്ങൾ പിരിച്ച് ഞങ്ങൾ ആരോടും പറയേണ്ടെന്നുള്ള രീതിയിൽ അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിനും ഉചിതമായിട്ടുള്ള കാര്യമല്ല. അവർ ബാധ്യസ്ഥരാണ് നിയമപരമായിട്ട്. കാരണം അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായേ തീരൂ. അവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അത് പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. ഇപ്പോഴും ജനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ഏതൊക്കെ ഏജൻസികൾ അന്വേഷിച്ചാലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ അന്വേഷണം ഉണ്ടല്ലോ, ഒരു ചോദ്യം ഉയരുന്നു. ആ ചോദ്യത്തിന് എങ്കിലും മറുപടി കൊടുക്കാനുള്ള ബാധ്യത ഇവർക്കൊക്കെ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുണ്ട്. അദ്ദേഹം അത് നടത്താത്ത സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ വിവാദങ്ങളിലേക്കും അന്വേഷണങ്ങളിലേക്കും പോകുന്നത്. നമുക്കറിയാം, മസാല ബോണ്ട് റിസർവ് ബാങ്കിൻ്റെ കൃത്യമായ ചട്ടപ്രകാരം നടത്തിയ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരു മസാല ബോണ്ടിൻ്റെ പേരിൽ എന്തുമാത്രം വിവാദങ്ങൾ, എന്തുമാത്രം ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷമാണ് എന്ന് ആലോചിക്കുക. പക്ഷേ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ അവിടെ ഒരു സുതാര്യതയുമില്ല. ചട്ടം ലംഘിച്ച് വിദേശത്ത് പോയി പണം പിരിക്കുന്നു, NGO വഴി ആ പണം നാട്ടിലെത്തിക്കുന്നു. ആ പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല. അതുമാത്രവുമല്ല, ഭൂമിയടക്കം തട്ടിച്ചു എന്ന പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നൊരു ശുപാർശ ഇപ്പോൾ വിജിലൻസ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു.